ഇരിക്കൂ. ഫ്രഷർ അല്ലേ? അല്ല സാർ, അഭിജിത്ത് PV. ഫ്രഷർ തന്നെ. CV അല്ല, PV, അഭിജിത്ത് PV. എടോ, തന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്യാനാണോ? തന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കാൻ താനാരാ? പുണ്യാത്മാവോ അതോ ഹനുമാൻ സ്വാമിയോ? റെസ്യൂം ഇടോ, ബയോഡാറ്റ. ആ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് കുറെ ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ. സോറി സാർ, ബയോഡാറ്റ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ആ അലൈൻമെന്റ് ഒന്നും ശരിയല്ല. അടുത്ത പ്രാവശ്യം ആ സ്പേസ് ശരിയാക്കാം. അതല്ല, പഠിത്തം കഴിഞ്ഞ 5 വർഷമായിട്ടും വെറുതെ ഇരിക്കായിരുന്നോ? ജോലിയൊന്നും കിട്ടിയില്ലേ? ജോലി കിട്ടാത്തോണ്ടല്ല സാർ, നോക്കിയാൽ കിട്ടാത്തല്ലോ ഈ ജോലി. ഞാൻ പോവാഞ്ഞിട്ടാ. ഇൻട്രസ്റ്റിംഗ് റീസൺ? ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുകയായിരുന്നു. ഓർമ്മ വെച്ച കാലം തൊട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങിയതാ. LKG തൊട്ട് +2 വരെ 14 കൊല്ലത്തോളം ഞാൻ സ്കൂളിൽ പോയി പഠിച്ച് ജീവിച്ചു. ശരി, അതോടെ തീർന്നോ? ഇല്ല, ഡിഗ്രിയും കൂടി എടുത്താലാണ് ഈ വിദ്യാഭ്യാസം സമ്പൂർണ്ണമാവുള്ളൂ എന്ന് പറഞ്ഞ് ഡിഗ്രിക്കും പോയി 3 കൊല്ലം. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ് PGയും കൂടി എടുത്താൽ കുറച്ചും കൂടെ നന്നാവെന്ന് പറഞ്ഞ് PG എടുത്തു 2 കൊല്ലം. അങ്ങനെ എൻ്റെ ഒരു ആവറേജ് മനുഷ്യായ 60 വയസ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് 19 കൊല്ലത്തോളം ഞാൻ പഠിച്ച് ജീവിച്ചു. ഇത്രയും കാലം ഞാൻ പഠിച്ച് ജീവിച്ചു, അല്ലെങ്കിൽ പഠിത്തത്തിന് വേണ്ടി ജീവിച്ചു, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ജീവിച്ചു എന്ന് പറയാം. ഇനി എന്താണ് എനിക്ക് വേണ്ടി ജീവിക്കേണ്ടത് എന്ന ചിന്തയിലാണ് ഞാൻ 5 കൊല്ലത്തെ ഗ്യാപ്പ് എടുത്തത്. ഈ 5 കൊല്ലത്തിൽ നോ പഠിത്തം, നോ ടെൻഷൻ, നോ പരീക്ഷ, നോ സ്ട്രെസ്, ഓൺലി ഈറ്റ്, സ്ലീപ്പ് ആൻഡ് സ്ലീപ്പ് ഈറ്റ്. ഹാപ്പി ലൈഫ്. വാഴ ലൈഫ് തന്നെ. അപ്പൊ ഇപ്പൊ ജോലി നോക്കുന്നത്? എനിക്ക് വേണ്ടി ജീവിച്ചല്ലോ, ഇനി കുടുംബത്തിന് വേണ്ടി ജീവിക്കുക എന്ന ചിന്തയിലാണ് ജോലി നോക്കുന്നത്. അപ്പൊ റേഷൻ കാർഡിന് പേര് വെട്ടിയില്ലേ? വെട്ടിയിട്ടില്ല, ജോലി കിട്ടിയില്ലേ വെട്ടും. കുടുംബമാണല്ലോ പ്രധാനം. ഓഫ് കോഴ്സ്. പക്ഷെ നിങ്ങൾ ഈ കമ്പനിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്, കമ്പനിയും നിങ്ങൾക്ക് പ്രധാനമാണ്. താങ്കൾക്ക് ഈ ജോലി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? എനിക്ക് ഈ ജോലി അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നില്ല. കാരണം ഈ ജോലി കിട്ടിയില്ലെങ്കിൽ മറ്റൊരു ജോലി എനിക്ക് സിമ്പിളായി കിട്ടും. പക്ഷെ എന്നെ പോലെ ഒരു എംപ്ലോയി കമ്പനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. കാരണം എന്നെ പോലെ മറ്റൊരു എംപ്ലോയി അതത്ര സിമ്പിൾ അല്ല. കൺഫ്യൂസ്ഡ്, ഒന്നും മനസ്സിലായില്ല. ഓക്കെ, യു ആർ അപ്പോയിന്റഡ്. ഇന്നിപ്പോ വെള്ളിയാഴ്ച, ശനി ഞായർ, ഐശ്വര്യായി തിങ്കളാഴ്ച തന്നെ ജോയിൻ ചെയ്തേക്ക്. വേണ്ട സാർ, ഞാൻ നാളെ തന്നെ ജോയിൻ ചെയ്യാം. പണിയെടുക്കാൻ അത്ര ആക്രാന്തമായോ? ഗുഡ്, എനിക്ക് ഒത്ത അടിമ. അതുകൊണ്ടല്ല സാർ, നാളെ ശനിയാഴ്ച ജോലിക്ക് വന്ന് പിറ്റേ ദിവസം സൺഡേ ലീവ് കിട്ടുന്നതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ, അത് അനുഭവിക്കാന്. ശരി, ഇന്ന് സുഖം തീരെ കുറയണ്ട, ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തേക്ക്. പിന്നെ ഇവിടെ സൺഡേ ലീവില്ല, ഓൾ ഡേയ്സ് ആർ വർക്കിംഗ് ഡേയ്സ്. ഉജ്ജ്വലം. പിന്നെ ഇപ്പൊ തുടക്കമായോണ്ട് ശമ്പളം കുറച്ച് കുറവായിരിക്കും, കുഴപ്പമില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? ശമ്പളം കുറച്ച് കുറവായുണ്ട്, ഞാൻ ചെയ്യുന്ന പണിയും കുറച്ച് കുറവായിരിക്കും, കുഴപ്പമില്ലല്ലോ അല്ലേ? അങ്ങനെ 110ാമത്തെ ഇന്റർവ്യൂ മൂഞ്ചി. ഒരു മൂലയ്ക്ക് പോയിരുന്ന് കരയാം.